സ്വന്തം നേതാവിനെ സംസാരിക്കാൻ വിടാത്ത വിധം മണികൾ പെരുമാറിയാൽ എങ്ങനെയിരിക്കും? 10,000-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇപ്പോ നിങ്ങൾ ചിന്തിക്കും, എന്തോ ആവേശ പ്രസംഗം കേട്ട് നേതാവിനോടുള്ള സ്നേഹം ഹർഷാരവമായി മാറിയതിനാൽ പ്രസംഗം നിന്നുപോയതായിരിക്കുമെന്ന്. പക്ഷേ സംഗതി അതൊന്നുമല്ല. ഞെട്ടരുത്. ഒരു മുതിർന്ന നേതാവ്, അതും MP-യും MLA-യും പാർട്ടിയുടെ അധ്യക്ഷനും ഒക്കെയായ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി അണികൾ അതിനെ തടസ്സപ്പെടുത്തി ആക്രോശിച്ചത്. സംഭവം നടന്നത് പാലക്കാടാണ്. പാലക്കാട് ഹെഡ്മാഷുടെ തട്ടകമാണല്ലോ. ഹെഡ്മാഷ് ഒഴിഞ്ഞപ്പോ സ്വന്തം നിഴലും ആസ്ഥാന പീഡകനുമായ മാങ്കൂട്ടത്തിലിന് ആ സീറ്റ് കിട്ടി. മാങ്കൂട്ടത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ കാര്യത്തിനൊക്കെ വെടിപ്പായി തീരുമാനമായി. പക്ഷേ പ്രശ്നം അതല്ല. മാങ്കൂട്ടത്തിന് ഇത്രയും വളർച്ചയും പിന്തുണയും കൊടുത്തത് ഷാഫി പറമ്പിലാണ്. ഷാഫി സ്വന്തമായി വളർത്തിയെടുത്ത സിൻഡിക്കേറ്റ് പാലക്കാട് പണ്ടേ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തെയും ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കൂട്ടി ഷാഫി ഉണ്ടാക്കിയെടുത്ത ഒരു ഡി കമ്പനി കോൺഗ്രസിനെ ആകെ മൂടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ആ ക്രൈം സിൻഡിക്കേറ്റ് ഇന്ന് കോൺഗ്രസിൽ സജീവമാണ്. ചെന്നിത്തലെ പോലെ അത്രയും തലമുതിർന്ന നേതാവിനെ വരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിശബ്ദനാക്കാൻ പോകുന്ന ശക്തി ഈ ഗൂഢസംഘം നേടിക്കഴിഞ്ഞു. കോൺഗ്രസിന് കാലാന്തരത്തിൽ വന്ന അപജയത്തിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണിത്. ആ സംഘം വളർത്തിയെടുത്ത അണികളാണ് ചെന്നിത്തലയെ മിണ്ടാൻ പോലും കഴിയാത്ത വിധം കൂച്ചുവിലങ്ങിട്ടത്. ഒരു കാലത്തൊപ്പമുണ്ടായിരുന്ന VD സതീശനെ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഡിജിറ്റൽ സ്പേസിൽ കടന്നാക്രമിച്ചതും ഇതേ ക്രിമിനൽ ടീമാണ്. രാഹുലിനെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ കോൺഗ്രസിനും അതിനേക്കാളേറെ ഷാഫിക്കും നല്ല ധാരണയുണ്ടായിരുന്നതാണ്. അതിനെ ഒരു വിരൽ കൊണ്ടുപോലും തടയാതെ പന പോലെ വളരാൻ അവസരം കൊടുത്തത് ഈ സംഘത്തിന്റെ കരുത്തിലാണ്.